മാർക്കോ ഉണ്ണിമുകുന്ദന്റെ കാസ്റ്റിൽ ഇന്ന് റിലീസായ പടമാണ്. ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന, അങ്ങനെ മലയപ്പുറത്തിന് ശേഷം ഉണ്ണിമുകുന്ദൻ്റെ ഏറ്റവും കരിയർ ബെസ്റ്റാണെന്ന് വിചാരിക്കുന്ന ഈ ട്രെയിലറൊക്കെ കാണുമ്പോൾ പ്രതീക്ഷ നൽകുന്ന പടമാണ് മാർക്കോ. പടം ട്രെയിലറിൽ കണ്ടതിനേക്കാൾ അപ്പുറത്തേക്കൊന്നുമില്ല. ട്രെയിലറിൽ എന്ത് കണ്ടോ അത് തന്നെയാണ് കാണിച്ചിരിക്കുന്ന പടത്തിൽ. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് സിദ്ദിഖ്, ഉണ്ണിമുകുന്ദൻ, ആൻസൺ പോൾ, ജഗദീഷ്, പിന്നെ ഷമി തിലകൻ്റെ മകനുണ്ട് അഭിമന്യു തിലകൻ, പിന്നെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഒരു ഹിന്ദി ആക്ടറുണ്ട്, പുള്ളി ഒരു അടിപൊളി ടൈപ്പ് വില്ലനാണ്. പിന്നെ അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഉണ്ണിമുകുന്ദന്റെ അനിയനായിട്ട് അഭിനയിച്ചിരിക്കുന്ന വിക്ടർ എന്ന് പറഞ്ഞൊരു ശക്തനുണ്ട്, ഒരു കുട്ടി. അതൊന്നും അത്യാവശ്യം നല്ല ആക്ടിങ് ആയിട്ടുള്ള ഒരാളായിട്ട് ഫീലായി. പിന്നെ ഇതിൽ പറയുന്ന പോലെ 18+ വയലൻസ് എന്ന് പറഞ്ഞ പടം ഫാമിലി ആയിട്ടൊന്നും കാണാൻ പറ്റണ പടമായിട്ട് എനിക്ക് തോന്നാറില്ല. അത് തോന്നുന്നില്ല. ഇത് എന്താ പറയണ്ടത്, KGF ആയിട്ട് കമ്പയർ ചെയ്യാം എന്നൊന്നും ഞങ്ങൾ പറയണം. പേഴ്സണലി KGF-നൊക്കെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഈവൻ ഇത് ഓൾറെഡി അവർ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു 18+ ആണ്, വയലൻസ് ആണ്. അതാ പറഞ്ഞത്, ട്രെയിലറിൽ എന്ത് കണ്ടോ അതിന്റെ അപ്പുറത്തേക്ക് ഈ പടത്തിലേക്ക് ഒന്നുമില്ല. പക്ഷെ എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം ഭയങ്കര ഒരു ഇങ്ങനെ പടം എടുക്കാം. അനീഫ് അദേനി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. പുള്ളിയാണ് മറ്റേ എബ്രഹാമിന്റെ സന്തതി അതൊക്കെ പുള്ളി വലിയ ഡയറക്ടറാണ്. ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് ഭയങ്കര ചോരക്കളി പോലെ ഇങ്ങനത്തെ പടം എടുക്കാം, നല്ല വയലൻസോടെ പടം എടുക്കാന്ന് പുള്ളി കാണിച്ചു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വൺ ടൈം വാച്ചബിൾ, അല്ലാതെ ഈ പറയുന്ന ഹൈപ്പ് ഒന്നും കൊടുത്ത് കാണാൻ മാത്രമുള്ള പടമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് എന്തായാലും എനിക്ക് ആക്ഷൻ പടം ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പടം ഇതിൻ്റെ ക്യാമറ കൊള്ളാം, BGM ചില സ്ഥലത്തൊക്കെ കൊള്ളാം, പിന്നെ ടെക്നിക്കൽ വർക്ക്, സിനിമാറ്റോഗ്രാഫി, പിന്നെ VFX കാര്യമായിട്ടും ഇതിനിപ്പോൾ ഫുള്ളി വയലൻസ് ആണ്. ഭയങ്കര മനക്കട്ടി ഉള്ള ഒരു കണ്ടാൽ ഈ പടം അവർക്ക് ഹില്ലെന്ന് പറഞ്ഞ പടം, ഒരു ഹിന്ദി പടമുണ്ട്. അത് ഭയങ്കര വയലൻസ് ആണ് പറഞ്ഞാൽ അത് ഹിന്ദിയിൽ ഹിറ്റായി, ഇവിടെ മലയാളത്തിലും എല്ലാവർക്കും കുറേ പേർക്ക്. പക്ഷെ ആ സിനിമയൊക്കെ കുറച്ച് ഫാമിലീസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അതിൽ ഈ പടത്തിന് സ്റ്റോറി ഉണ്ടോ എന്ന് ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോയി, നന്നായിട്ട് തന്നെ കഥ കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫിൽ ഒരു സീൻ വരും, ഏതോ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി മൊത്ത കുടുംബത്തിനെ കൊലക്കി കൊടുക്കുന്ന പോലെയാ. മീൻസ് ഉണ്ണിമുകുന്ദനൊരു കാമുകി ഉണ്ടാവും, ആ കാമുകി ആ ആളെ രക്ഷിക്കാൻ വേണ്ടി പോകും, ഒരു കാര്യമില്ലാതെ മരിക്കാൻ വേണ്ടി പോയി മരിക്കുന്ന പോലെ ആയിട്ട് തന്നെ തോന്നും. ഉണ്ണിമുകുന്ദനെ സിദ്ധിക്കും അവിടെ എന്താ പറയണ്ടേ, ഒന്നും ചെയ്യാതിരിക്കുക, എന്താ പോയി ഒന്ന് തടയോ പിടിക്കോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, അവര് വെറുതെ ഇരിക്കുക. ഉണ്ണിമുകുന്ദനെ മാസ് കാണിക്കണം, അല്ലെങ്കിൽ ആ ഒരു റിവെഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ഓക്കെ ആ ഒരു സീൻ ഞങ്ങൾക്ക് അങ്ങനെയാണ്, എങ്ങനെ ഇരിക്കണം എന്നുള്ള രീതിക്ക് തന്നെ തോന്നി. അല്ലാതെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു സീനിനകത്ത്. ബേസിക്കലി ലോജിക്കലി കഥയിലൊക്കെ അങ്ങനെ നോക്കുമ്പോൾ അത് ശരിയാണ് പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് കഥ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ ആക്ഷൻ പടത്തിൽ പിന്നെ ഇങ്ങനത്തെ വയലൻസ് പടത്തിൽ ഇങ്ങനെ കഥ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ കഥയൊന്നുമില്ല. നിങ്ങൾ എന്താ ഒരു രണ്ടുപേരും ഗോൾഡ് സ്മഗ്ലേഴ്സും അവരൊരു കുടുംബം, പിന്നെ ഇവൻ സിദ്ദിഖിന്റെ മകനെ വിക്ടർ പുള്ളീനെ ഇതിന്റെ ഓപ്പോസിറ്റ് വില്ലന്റെ ടീമിലെ ഒരാള് കൊല്ലാൻ ഒരു കഥ പറയണ്ടല്ലോ, ഗോൾഡ് സ്മഗ്ലിംഗ് അവർക്ക് പക പോക്കുന്ന പ്രിവെന്റ് എടുക്കുന്നു. സിദ്ദിഖിന്റെ മകനെ കൊല്ലും, ഉണ്ണിമുകുന്ദന്റെ മകനെ വീട്ടാൻ ചെല്ലും, അതാണ് കഥ. ഇതിനകത്ത് എന്താ പറയണ്ടേ, ഈ കഥ മൊത്തം കൊണ്ടുപോകുന്നത് ഈ മരിച്ചുപോയ വിക്ടറിന് ഒരു കാമുകി ഉണ്ടാവും, കാമുകി പ്രഗ്നന്റ് ആക്കി ആ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി കുടുംബത്തിലുള്ള മൊത്തം കുഞ്ഞുങ്ങളും കൊല്ലും. എത്ര വയലൻസ് ആയിട്ട് അവരെ കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഞ്ഞിനെയൊക്കെ കൊല്ലുന്ന ഒരു സീനുണ്ട്, ആ കൊച്ചു വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഗ്യാസ് കുറ്റി കൊണ്ടൊക്കെ ഇടിച്ചിടിച്ചിടിച്ച് കൊല്ലുന്ന രീതിക്ക്. സത്യമായിട്ട് ഫാമിലി പടം കാണാൻ പോകരുത്. എന്റെ അറിവിൽ ആ വനിതാ തിയേറ്ററിൽ വിരലിൽ എണ്ണാവുന്ന പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ആ സിനിമ കാണാൻ. കയറി എനിക്ക് തന്നെ അത്ഭുതമായി, പെൺപിള്ളേരെ ഇല്ല പടം കാണാൻ. ഇതൊരിക്കലും ഞാൻ പറയാ ഫാമിലിക്ക് റെക്കമെൻഡേ അല്ല ഇത്. ഇതുപോലെ ഉണ്ണിമുകുന്ദന്റെ ഫാൻസ് അല്ലാണ്ട് പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ ഇങ്ങനത്തെ വയലൻസ് ഇങ്ങനത്തെ ഇത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ റിവ്യൂസാണ്, നമുക്ക് പടം പിന്നെ നമ്മൾ ഇങ്ങനത്തെ പടമൊക്കെ കണ്ട് ഒന്നും ഇത് അനുകരിക്കാൻ പോകുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ ഡയറക്ടറിന്റെ റൈറ്ററിന്റെ ആ ഒരു മനസ്സെന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും ഇത് എഴുതി അവരുടെ മനസ്സ്, അല്ലെങ്കിൽ ഇത് അഭിനയിച്ച ഉണ്ണിമുകുന്ദന്റെ മനസ്സ് ചിന്തിക്കാൻ പോലും വയ്യ. പച്ചയ്ക്ക് ഒരാളുടെ ഹാർട്ടൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇൻട്രോ തന്നെ അയ്യോ അതാ പറഞ്ഞത്. ഇതിനകത്ത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു ആക്ഷൻ മാസ് പടം എന്ന രീതിക്ക് മാർക്കും നല്ല പടം തന്നെയാണ്. മലയാളത്തിൽ ഇത് ഇംഗ്ലീഷ് സിനിമ കാണുന്ന മലയാളികൾക്കൊക്കെ എന്ന് വെച്ചാൽ യൂത്ത് പിള്ളേർക്കൊക്കെ ഇംഗ്ലീഷ് സിനിമയിൽ ഇതിനേക്കാളും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പടം, അങ്ങനത്തെ ഇതുപോലത്തെ പടം, ഈ വയലൻസ് പടമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മലയാളം
എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷെ ഒരിക്കലും ഫാമിലീസിനും ഇഷ്ടപ്പെടില്ല. ഇതിനകത്ത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരു ഇതില് ബ്രൂട്ടലായിട്ട് ഒരാൾ ഇങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റും എന്നുള്ളത് ആസിഡ് വെടിയൊക്കെ വെച്ച് കൊല്ലുന്നതൊക്കെ വെച്ചാൽ പടത്തിനകത്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു 5-6 പിള്ളേരുണ്ടാവും. പക്ഷെ മരിച്ചു വരുമ്പോഴത്തേന് 3 പിള്ളേരോ 4 പിള്ളേരേ ഉള്ളൂ. ബാക്കി പിള്ളേർ എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. കാരണം ഒളിച്ചു വെക്കുന്ന സമയത്ത് അവിടെ 5-6 പിള്ളേരുണ്ടാവും. പിന്നെ മരിക്കുന്ന സമയത്ത് പിള്ളേരുടെ എണ്ണം കുറയും. നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിപ്പോ നിങ്ങൾ എന്തിനാ ഈ ആക്ഷൻ പടത്തിൽ ഇങ്ങനെ ഇതുപോലെ അതുമല്ല. പക്ഷെ ഇതുപോലെ ത്രില്ലർ പടമൊക്കെ ഇതായ ത്രില്ലർ പടമാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും, അപ്പൊ വേറെ 4-5 കുട്ടികൾ ഉണ്ടായല്ലോ, അതെവിടെ പോയി? പക്ഷെ ഇത് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പടം ഇങ്ങനെ എടുക്കുള്ളൂ. ഇതിനകത്ത് എന്താ പറയണ്ടേ, ചില സീൻസ് ഒക്കെ ഉണ്ണിമോഹന്റെ ഡയലോഗ് ഡെലിവറി ഒരു സ്ഥലത്ത് ഭയങ്കര കോമഡി ആയിരിക്കും, ഭയങ്കര കോമഡി. പക്ഷെ ചില സമയത്ത് പുള്ളിക്കാരുടെ ഡയലോഗ് അമ്മാതിരി മാസ ഡയലോഗ്. KGF ആണ് നോക്കിയതാ, ചില ഡയലോഗ് കേട്ടാ മനസ്സിലാവും. ഉണ്ണിമോഹന്റെ ഒരു ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിശദീകരിക്കേണ്ട സിറ്റുവേഷൻ അല്ലായിരിക്കും. ഒറ്റ ഡയലോഗ് അത് ശരിക്കും നമുക്ക് മനസ്സിലാവും. അത് KGF-നെ കറക്റ്റ് കോപ്പി അടിച്ചാൽ ശരിക്കും മനസ്സിലാവും. റോക്കി ബായ് പ്ലസ് റോളക്സ് എന്ന് പറയും. ഇപ്പൊ കുറെ ഇപ്പൊ പറയാം റോക്കി ബായ് പ്ലസ് റോളക്സ് ആണ് ഈ പടം എന്ന് പറയും. റോളക്സ് ഒക്കെ ജീവിച്ചപ്പോ കൊണ്ടേ. ഇതിനകത്ത് ഉണ്ണിമുഖത്തിന്റേതായ സിഗ്നേച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സീൻ വരും, ഫ്രണ്ടിന്റെ കൈ എന്താ പറയണ്ടേ മരം കട്ട് ചെയ്യുന്ന മറ്റേ വലിയ സാധനമായിട്ട് കട്ട് ചെയ്യും. അയാളോട് ചോദിക്കും നിനക്ക് വേദനിക്കുന്നുണ്ടോന്ന്. ചില സമയത്തൊക്കെ ചിരി വരും, കോമഡിയാ. പക്ഷെ ഇതിനകത്തൊരു സീൻ വരും, വില്ലനെ ജഗദീഷിനെ കൊല്ലുന്നൊക്കെ ഒരു സീനൊക്കെ വരും ഇതിനകത്ത്. അതൊക്കെ അതിനകത്തൊക്കെ കണ്ട ഉണ്ണിമുഖത്തിന് പറയുന്ന ഡയലോഗ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ ജഗദീഷിന്റെ വില്ലൻ റോൾ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒസ്ലറിൽ ഞാൻ കണ്ട ജഗദീഷ് അല്ല ഇതിനകത്ത് പുള്ളി ഒരു സ്റ്റാർട്ടിങ്ങിലെ പറയുവേ, മലയാളത്തിൽ നമ്മളൊരു റീഅഷുറൻസ് കൊടുക്കില്ല, പോട്ടെ ഞാൻ ഉണ്ട് കൂടെ എന്ന് പറയുന്നതിന് പുള്ളി പറയും എന്താ ഐ ഓൾവേസ് വിത്ത് യു. പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. അങ്ങനെ പുള്ളി അത് പറയണേ. വിജയരാഘവന്റെയും കാലഘട്ടം ചുമ്മാ ജഗദീഷിനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ ഇപ്പൊ പഴയ ആക്ടേഴ്സിന്റെ തിരിച്ചുവരവാണല്ലോ ജഗദീഷ്. വിജയരാഘവൻ പിന്നെ പണ്ടും ചെയ്തിട്ടുണ്ട് വില്ലൻ കോമഡി എല്ലാ ടൈപ്പ്. പക്ഷെ ജഗദീഷ് ഫുള്ള് കോമഡി ഹീറോ. പക്ഷെ അതിൽ നിന്ന് മാറി ജഗദീഷ് ഇതിന് ശേഷം ഭയങ്കര തിരിച്ചുവരവായിരുന്നു. ജഗദീഷിന്റെ പെർഫോമൻസ് കുഴപ്പമില്ല, പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ. അതിനകത്ത് ആക്ടിംഗ് വൈസ് സിദ്ദിഖ് അടിപൊളി. ഞാൻ പറഞ്ഞ ഒരു സീൻ നിങ്ങൾ നോക്കിക്കോ, മൊത്തം കുടുംബത്തെ കൊല്ലുന്ന ഒരു സീൻ വരും. അതിനകത്ത് ഈ 2 പേര് എന്നെ എടുക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചോ. ഒരു പക്ഷേ ഡയറക്ടർ ബ്രില്യൻസ് ആണോ അല്ലെങ്കിൽ റൈറ്റർ ബ്രില്യൻസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവർ രണ്ടും ചുമ്മാ ഇരിക്കുവാടേ. ബാക്കി അതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് കഥ വേറൊരു ക്ലൈമാക്സ് ആണ് സംവിധായകൻ കണ്ടത്. ഉണ്ണിമുഖത്തിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ അങ്ങനെ ആയിരിക്കും അയാൾ കണ്ടത്. പക്ഷെ അതിനും കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഇത് വേണ്ടേ. അവരൊക്കെ മരിച്ചു വീഴും. ഒരു കുഞ്ഞ് മരിച്ച ഉണ്ണിമുഖത്തിന്റെ കയ്യിലേക്ക് വീഴും. ഒരു എക്സ്പ്രഷൻ ആ പുള്ളിയുടെ മുഖത്തുണ്ടാവുകയല്ല. കോണിപ്പടിയുടെ പൊക്കത്ത് നിന്നൊക്കെ ചില സീൻസ് ഒക്കെ അങ്ങനെയാണ്, പറഞ്ഞ് ഇതാക്കാൻ പറ്റുന്നില്ലാത്ത രീതിക്കുള്ളതാണ്. അങ്ങ് കൺവിൻസിങ് അല്ലാത്ത സീൻ. ആ ലാസ്റ്റിലെ ആ ഒരു മാസിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള രീതിക്കായി. അല്ലാത്ത പക്ഷം ഫാമിലിക്ക് പറ്റിയ ഒരു പടമല്ല. എന്റെ അറിവിൽ ക്രിസ്മസ് കൊണ്ടുപോയത് റൈഫിൾ ക്ലബ് ആണെന്നാണ് ഞാൻ കണ്ടത്. ഇല്ലെങ്കിൽ ഇനി ഈടി വരുന്നുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയാം, മാർക്കോ കാണാനുണ്ടായിരുന്നത് ഒന്നെങ്കിൽ ഉണ്ണിമുഖത്തിന്റെ ഫാൻസിലെ പിള്ളേര്, ഉണ്ണിമുഖനെയും ആൻസൺ പോളിനെയും കണ്ടു. 1 മണിക്കത്തെ ഷോയ്ക്ക് അവരുള്ളതും വന്നു കുറച്ചുപേര് ഇരുന്ന് അവർ പോവുകയും ചെയ്തു. പക്ഷെ എന്നാ പറയണ്ട, ഫാൻസ് നല്ല കയ്യടിയും നല്ലൊരു സ്വീകരണം ഉണ്ടായിരുന്നുള്ള ഒരു പടം തന്നെയാണ്. പക്ഷെ കൺഫേം ആയിട്ട് ഇത് ഫാമിലിക്ക് പറ്റിയ പടമല്ല. സീരിയസ്ലി എന്താ പറയണ്ടേ, ഇതിനകത്തൊരു സീൻ വരുവേ, ഒരു പ്രഗ്നന്റ് ആയ ഒരാളുടെ വയറിൽ ആ ആള് വേദന നിൽക്കുന്നൊക്കെ സീൻസൊക്കെ പറയാൻ പറ്റാത്ത രീതിക്കുള്ള വയലൻസ്. ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിക്കുള്ള വയലൻസ് ആണ്. അയ്യോ, ഞാനും തിയേറ്ററിൽ പോയി കണ്ടത്. നമ്മള് വയലൻസ് ഉണ്ട്. പക്ഷെ കില്ലിനകത്ത് ഒരു കഥയുണ്ടായിരുന്നു. ആ കാമുകിക്ക് വേണ്ടി നഷ്ടപ്പെടാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ട് നഷ്ടപ്പെടുന്ന രീതിക്ക് അവൻ പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്നു. ഇതിനകത്തൊന്നും ഇല്ല അങ്ങനെ പ്രതികാരം ചെയ്യുന്നു. ഒരാൾ മരിച്ചു, വിക്ടർ മരിച്ചു, ഞാൻ പ്രതികാരം ചെയ്യാൻ ഇറങ്ങി. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ പ്രതികാരത്തിന്റെ കഥ എക്സ്പെക്ട് ചെയ്തൊന്നും പോകണ്ട. നിങ്ങൾ പിന്നെ ഇതുപോലെ വയലൻസ് ഇഷ്ടപ്പെടുന്ന ഇങ്ങനത്തെ വയലൻസ് നിങ്ങൾ ഒരിക്കലും കില്ലിനേക്കാളും വയലൻസ് ഉള്ള പടമാണെന്ന് നമ്മൾ പറയും. കില്ല് കണ്ടവരാണെങ്കിൽ കില്ല് തന്നെ നിങ്ങൾക്ക് ആ വയലൻസ് ഇഷ്ടപ്പെടാണ്ടിരുന്നു. അതിനേക്കാളും കില്ല് പോലും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഈ പടം ഒരിക്കലും പറ്റില്ല. സീരിയസ് ആയിട്ട് പറയാം, ലൈറ്റ് ഹാർട്ടഡ്, പ്ലീസ് സ്റ്റേ അറ്റ് ഹോം. അതിന്റെ അപ്പുറത്തേക്ക് വരരുത്, ഈ പടം കാണരുത്. അതിനകത്ത് പറയുന്നുണ്ട് ഇത് ചോര കൊണ്ട് കുളിപ്പിക്കുന്ന ഒരു പടമാണെന്ന്. അല്ലാത്ത പക്ഷം എന്താ പറയുക, യങ്സ്റ്റേഴ്സ് കുറച്ചുകൂടി ഹാർട്ട് മൈൻഡഡ് ആയിട്ടുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പടമാണ്. ഫാമിലി ആയിട്ട് 40 years പ്ലസ് അല്ലേ ഞങ്ങൾക്ക് പോയി കാണാം. ദൈവത്തെ കൊടുത്ത് വന്നേക്കരുത്. 35-40 ഒക്കെ പറയാൻ പറ്റത്തില്ല. ഹാർട്ട് പേഷ്യൻസേ വീട്ടിലിരുന്നുള്ളൂ. നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം. പറ്റത്തില്ല ഈ പടം.
ചില സീൻസ് ഒന്നും ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്ന സർജറി ഒക്കെ വില്ലൻ ചേട്ടൻ വന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ പോയി. ഇടിമൊത്തം ചെയ്യണം. കുടിമൊത്തിന്റെ വീഡിയോ സഹിക്കാം. വില്ലൻ ചേട്ടൻ വന്നിട്ട് ഒരു സാധനം കട്ട് ചെയ്തിട്ടൊക്കെ പോകും. ഇങ്ങനെ വലിച്ചെടുക്കും, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പൊടിക്കാറങ്ങ് പോകണം കണ്ടു. ഇതിനൊക്കെ 1 സെന്റിമീറ്റർ നീക്കി വെക്കണം, അവിടെ ഫോസപ്സ് വെക്കണം, ഇവിടെ ഫോസപ്സ് വെക്കണം, നടുക്ക് ഇന്ന സെന്റിമീറ്റർ നോക്കണം, അങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതൊക്കെ വെറുതെ ആണല്ലോ എന്ന് തോന്നിപ്പോ അയാൾ കട്ട് ചെയ്തപ്പോൾ എനിക്ക്. ആകെ മൊത്തത്തിൽ മിക്സഡ് റിവ്യൂ ആണ് ഞങ്ങൾക്കുള്ളത്. എന്റെ പേഴ്സണൽ പുള്ളി മാസൊക്കെ ഇഷ്ടപ്പെടുന്നു. മാസൊക്കെ നല്ല പടമാണ്, പക്ഷെ ഇതിനകത്തെ ചില പോർഷൻസ് കഥ അത്രയ്ക്കും കൺവീനിയൻസിംഗ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ആയില്ല. മാസ് ഇഷ്ടപ്പെടുന്നവർ ധൈര്യമായിട്ട് പോവാം. വയലൻസ് ശത്രുവിന് പോലും ഇങ്ങനത്തെ വയലൻസ് വരരുത്. കില്ലിനേക്കാളും നമ്മൾ പറയാം, കില്ലിനേക്കാളും ഏറ്റവും ടോപ്പിൽ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം വരൂല്ല, ഇനി ഫ്യൂച്ചറിൽ വരുമായിരിക്കും. ആദ്യമായിട്ട് ഇങ്ങനത്തെ പടമാണ് ഏറ്റവും ഇതുവരെ ഞാൻ ഉറപ്പിച്ച് പറയും, ഇങ്ങനത്തെ വയലൻസ് പടം മലയാളത്തിൽ വന്നിട്ടില്ല, ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ടാവും, ഹിന്ദിയിൽ കില്ലായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ഇത് കില്ലായിരുന്നു. ഇനി അതിനുശേഷം ഉണ്ടാവിയാലെന്ന് ചോദിച്ചു. ഏറ്റവും അവസാനം ഞാൻ കണ്ടപ്പോഴായിരിക്കണം സഹിക്കാൻ പറ്റില്ല. ചില സീൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ അപ്പാന്ന് പറഞ്ഞ് ഇങ്ങനെ നെക്കി പിടിക്കുമായിരുന്നു. കാരണം എന്താ കണ്ടും പോയി തുപ്പാനും പറ്റുന്നില്ല, ഇറക്കാനും പറ്റാത്ത അവസ്ഥയാ. അമ്മാതിരി ഫീൽ ആയിരുന്നു. പക്ഷെ അത് അത്ര ഫീൽ ആയില്ല. എന്തിനു കൊല്ലുന്നത് പോലും അറിയത്തില്ല, അത് കൊല്ലുന്ന രീതിക്കായിരുന്നു എനിക്ക് ഫീല്. നിങ്ങൾ ഇതിനകത്ത് ഒരു സീനും കൂടി വരുവേ, എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലാത്തൊരു കണ്ടന്റ് ആണ്. ഉണ്ണിമുകുന്ദൻ ലാസ്റ്റ് എല്ലാവരും കൊല്ലാൻ വേണ്ടി വരുമ്പോൾ കയ്യിൽ ഒരാളുടെ തലയായിട്ട് വരും. ആ തല ആരുടെയെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം ഞങ്ങൾക്ക് ഫേസ് ക്ലിയർ ആയില്ല. അവിടെ ഉണ്ട്, പിന്നെ ആരുടെ തലയാണ്? ആടെ ഒരാളുടെ തലയായിട്ട് വരും. കണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ കാണാൻ പോകുന്നവരാണെങ്കിൽ അത് കണ്ടിട്ടൊന്നൊന്ന് കമന്റ് ബോക്സിൽ പറയാം. ഇത് പ്യോർലി ഞങ്ങളുടെ മാത്രം റിവ്യൂ ആണ്. പക്ഷെ ഈ ഒരു റിക്വസ്റ്റ് ആണ്, 40+ അല്ലെങ്കിൽ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ദൈവത്തെ ഓർത്ത് പോവാതിരിക്കുക. അൺടോളറബിൾ എന്ന് തന്നെ പറയാം. പറ്റത്തില്ല, ഞങ്ങൾക്ക് ഏത് പറ്റണില്ല. അപ്പൊ ഇനി കുറച്ചും കൂടി എന്താ പറയണ്ടേ, 30 ബിലോ ഉള്ളവര് മാത്രം എന്താ പറയണ്ടേ സജസ്റ്റ് ചെയ്യുന്ന മൂവി ആയിട്ട് തന്നെ ഫീൽ ആയി. ഫാമിലി എന്റർടൈനർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന പടം റൈഫിൾ ക്ലബ്ബ് തന്നെയായിരിക്കും. റൈഫിൾ ക്ലബ്ബ് നല്ലൊരു പടമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ആയത്. ഒന്ന് നോക്കൂ നിങ്ങൾ. ഫാമിലി പടം, പക്ഷെ ഇത് ഫാമിലി അല്ല. ക്രിസ്മസ് ഉറപ്പായിട്ടും മാർക്കോ കൊണ്ടുപോയിട്ടില്ല, അത് ഉറപ്പാണ്. ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിന് മാത്രം കാണാൻ പറ്റുന്നതാണ്. റൈഫിൾ ക്ലബിന് കറക്റ്റ് അവര് റൈഫിൾ ക്ലബിന്റെ പ്രൊമോഷന് വേണ്ടി കുറെ ഇന്റർവ്യൂ ചെയ്യണ ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ മാർക്കോവിന്റെ കൂടെ നിങ്ങൾ ഇറക്കിയത്? അതിനെതിരെ ദിലീഷ് പോത്തനൊക്കെ പറയുന്നുണ്ട്. അവരുടെ കോൺഫിഡൻസ് പക്ക വേണം. മാർക്കോ റൈഫിൾ ക്ലബ് എന്ന് വെച്ചാൽ ഫാമിലി എന്റർടൈനർ റൈഫിൾ ക്ലബ്, മാസ് എന്റർടൈനർ എന്ന് വെച്ചാൽ മാർക്കോ യൂത്ത് പിള്ളേരെടുക്കും ഇടിയും എടുക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം അവഞ്ഞാറുകൊണ്ടിന്റെ തികച്ച വ്യത്യസ്തമായിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ആയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.